ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, പിന്നെ സവാള ഒരു 1/2 കിലോ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഒരു തക്കാളിക്കാണ് ആവശ്യത്തിന് എടുത്തേക്കുന്നത്. പിന്നെ പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി. വറുത്തരയ്ക്കാൻ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ മാത്രമാണ്. പിന്നെ താളിക്കാൻ കടുക്, ചെറിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില. നമുക്കപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ പാൻ ചൂടാക്കാൻ അടുപ്പിൽ വെച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതിലോട്ട് ഇടുക. നല്ലപോലെ ഇളക്കുക. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ സവാള ഇടേണ്ടത്. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സവാള ഇടുക. സവാളയുടെ കളർ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. സവാളയുടെ കളറെല്ലാം മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, തക്കാളി, കറിവേപ്പില എല്ലാം ഇട്ട് നല്ലപോലെ വീണ്ടും വഴറ്റുക. നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ പൊടികളെല്ലാം ചേർക്കുക. ആദ്യം മീറ്റ് മസാല, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കുക. ആ പൊടിയെല്ലാം ഒന്ന് മൂക്കുന്നിടം വരെ ഇട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ അതിലോട്ട് ഇടുക. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു 1/2 ഗ്ലാസ് പോലും വെള്ളം ഒഴിക്കണ്ട. ചിക്കനിൽ നിന്ന് വെള്ളം ഊർന്ന് വന്നോളും. എന്നിട്ട് നമ്മൾ മൂടി വെക്കുക. ചിക്കൻ വേകാൻ വേണ്ടി മൂടി വെക്കുക. ചിക്കൻ ഇവിടെ നിന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ മാത്രം വറുത്തെടുത്താൽ മതി. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നല്ലപോലെ മൂത്ത് വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫാക്കി തേങ്ങ തണുക്കാൻ വെക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ചിലപ്പം പാൻ നല്ല ചൂടാണെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക താത്ത് വെച്ചതിന് ശേഷം. നമ്മുടെ ചിക്കൻ ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് അടുപ്പ് മാറ്റി തുറന്ന് നോക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വേകാനുണ്ട്, ചിക്കൻ വേകാനുണ്ട് ഇച്ചിരിയുടെ. വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടപ്പിട്ട് അടച്ച് വീണ്ടും വെക്കുക. തേങ്ങ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ചെറു ചൂടോടെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. ഒത്തിരി ഇട്ട് പൗഡർ പോലിട്ട് പൊടിക്കേണ്ട. ചെറിയൊരു തരിതരിപ്പ് വേണം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് അടപ്പ് മാറ്റി തുറന്ന് നോക്കാം. ആഹാ, ചിക്കൻ്റെ ആ വെള്ളം ഊർന്നിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറ്റട്ടെ. അപ്പം വീണ്ടും നമ്മൾ അടച്ചു വെക്കുന്നു. നമുക്കൊന്നുകൂടെ നോക്കാം ചിക്കൻ കറി എവിടം വരെ ആയെന്ന്. അടിപൊളി. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തരച്ചതും കൂടെ ചേർക്കാം. തേങ്ങ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ചേർത്ത് യോജിപ്പിക്കുക. ചാറൊക്കെ നല്ലപോലെ കുറുകി നല്ല തിക്കായി.
ചിക്കൻ കറിയാണെന്ന് പറഞ്ഞാലും നല്ല വെള്ളം പോലെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. നല്ല കൊഴുത്തിരിക്കണം. കണ്ടോ? ഇനി നമുക്ക് കടുക് വറുത്ത് താളിക്കാം. നല്ലപോലെ ഇളക്കി ഒന്നുകൂടെ ഒന്ന് ചൂടൊക്കെ ആക്കിയതിന് ശേഷം, അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മുടെ ചിക്കൻ കറി താത്ത് വെച്ചു, സ്റ്റൗവിൽ നിന്ന് താത്ത് വെച്ചു. ഇനി സ്റ്റൗവിലോട്ട് കടുക് വറുക്കാനുള്ള പാൻ വെച്ചു. അതിലോട്ട് എണ്ണ ഒഴിക്കുക. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഞാൻ കടുകിട്ടു. കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ഇടുക. ചെറിയുള്ളി നല്ലപോലെ മൂത്ത് വന്നു. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ കറിവേപ്പില അതിലിടാൻ. കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം